2 കൂട്ടം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുമായിട്ട് നമുക്ക് തോട്ടിൽ പോയിരുന്ന് വെട്ടി കഴുകിക്കൊണ്ട് വരാം. കുഞ്ഞാറ്റ റെഡിയല്ലേ? വാ വാ. ഞാൻ അടക്കാം കുഞ്ഞാറ്റ കേട്ടോ. നമുക്ക് കാണിക്കരുത് പറയടി. തോട്ടിൽ കുറച്ച് വെള്ളമുള്ളൂ, നമുക്ക് ഇറങ്ങാൻ എന്താണ്. ആദ്യം മടക്കി വെച്ച് വെക്കും വീട്ടിൽ വെച്ച് കുഴപ്പമുണ്ടോ? എവിടെ നമ്മൾ വെക്കും, ഇവിടെ ഇരിക്കട്ടെ. ഒഴുകിയ ഇതാണ് കിളിയാന്ന് പറഞ്ഞു. ഇവളുടെ എടുക്ക് ആര് മീനോ മൊത്തം വെട്ടി കഴിഞ്ഞു കാണിച്ചത്. കിളിമീൻ വെട്ടാം നമുക്ക് അതിൻ്റെ. ചേരക്കുട്ടി ഇന്ന് മടിയായിട്ട് സ്കൂളിൽ പോയില്ല അല്ലേ? പറ. ചാടില്ല കാല് പോകും. നമുക്ക് അവിടെ മാത്രമേ വെള്ളമുള്ളൂ. ഇത്തിരി വെള്ളം ഉണ്ടായിരിക്കുന്ന താഴോട്ട് പൊങ്ങി വരും. പൂച്ച വന്നില്ലേ? അപ്പുകുഞ്ഞ് സ്കൂളിൽ പോയി. നീ എന്നാ പോകാത്ത? അതിനകത്തുണ്ട് ചെറുത്. വേസ്റ്റ് അവിടെ ഇടാടി. വേസ്റ്റ് കൊണ്ടുപോകാനുള്ളതല്ലേ? നീ വേണ്ടപ്പോ പിടിച്ചേ കിട്ടേ അങ്ങോട്ട്. ആ മീനെ പിടിച്ച് കയറി വെക്കാം.
ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പോയുള്ള വീഡിയോ കണ്ടു അങ്ങോട്ട് പോയി കാണിക്കണേ അയ്യോ അയ്യോ നമ്മുടെ എനിക്ക് കഴിച്ചിട്ട് നമ്മുടെ ചൂട് ഇറക്കാൻ പോവാണ് കേക്ക് നോക്കപ്പാ കുഞ്ഞാറ്റ കാണിക്കണുണ്ടോ? കുഞ്ഞാറ്റേ എണീറ്റേ. മീനോ നല്ല ഇതുണ്ട്. കൊതു കൊത്തണുണ്ടല്ലേ കുഞ്ഞിനെ? കൊതുകുണ്ട്. മഴയില്ലാത്തത് കൊണ്ട് ഇപ്പൊ വെള്ളം കുറവാ. അപ്പുറത്ത് നല്ലതായിട്ട് വെള്ളം വീഴുന്നുണ്ട് അല്ലേ? കുഞ്ഞാട്ട് ഇരിക്കുന്നു. തല നനക്കല്ലേ, തല നനക്കല്ലേ, നനക്കണ്ട, ബാക്കി നനക്കണ്ട കേട്ടോ. സാറേ മീൻ പിടിക്കാനാണ്. നൈറ്റിയും കൊണ്ട് മീൻ പിടിക്കാനുണ്ടോ മഴ? അങ്ങനെ മീൻ പിടിക്കാൻ അറിയാമോ കുഞ്ഞിന്? അപ്പം നമ്മളിത് കിളിമീനും ഒഴികെ എല്ലാം വെട്ടി റെഡി ആയിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ പോയി നമുക്ക് ബാക്കി കറി വെക്കാനുള്ള പണി നോക്കാം. നീ കയറ്, ആ കൊച്ചു കയറിക്കോ. ായിട്ട് രണ്ടിനും ഇഞ്ചി വേണം. ആദ്യം നമുക്ക് ഒഴുക വീര വെട്ടിക്കാം. ചട്ടിക്കകത്ത് നമുക്ക് ഒഴുക വീര വെട്ടിക്കാം. ഇപ്പോൾ ഒഴുക വീര വെട്ടിക്കാൻ നമുക്ക് തേങ്ങ ഞാൻ വെട്ടിക്കുന്ന രീതിയാട്ടോ. മുളക് പൊടി വേറെ ഇടാം. മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ വെളുത്തുള്ളി കഷ്ണം, ഇഞ്ചി, ഇതൊന്ന് കറക്കി എടുക്കാം മിക്സിയിൽ. ഇത്തിരി അരഞ്ഞു പോകരുത്. കപ്പയോ? കപ്പ ഉണ്ടാക്കിയില്ല. ദേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിൽ നോക്ക്, ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഗ്യാസ് കത്തിക്കണ്ട, സമയമായില്ല കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ട് കറിവേപ്പില കഴുകി ഇടുക. വേണ്ട, ഇപ്പൊ വേണ്ട, കുഞ്ഞാമ്മമാർ ഓണാക്കത്തില്ല. അരച്ച് വെച്ചേക്കണ അരപ്പ് അതിലേക്ക് ഇടുക. നമുക്ക് കുടംപുളി വേണം.
നമ്മൾ തേങ്ങ അരച്ച ജാറിനകത്ത് തന്നെ അരപ്പെല്ലാം വെള്ളം അതിൻ്റെ അരപ്പ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ പറ്റിച്ചെടുക്കണം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കി ഒരു രണ്ട് കറിവേപ്പില ഇട്ട് മൂടി വെക്കാം. തിള വരുമ്പോൾ നമുക്ക് ഈ മൂടി എടുത്ത് മാറ്റണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട്. തിളച്ച് കഴിയുമ്പോൾ ഉലുവ പൊടിച്ച് വരും. അത്രയും മതി. ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്. ഒന്ന് ആവശ്യമില്ല. പിന്നെ ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചട്ടി അതവിടെ ഇരുന്നൊന്നും കൂടെ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ പറ്റും. അന്നേരത്തേക്ക് നമുക്ക് മീൻ കറിയുടെ അരപ്പ് തിളച്ചു. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെട്ടി വൃത്തിയാക്കി വെച്ചേക്കണം മീൻ ഇട്ട് കൊടുക്കാം. അത് ഇളക്കണ്ട, ഇളക്കണ്ട. കറിവേപ്പില തണ്ടിട്ട് നമുക്ക് ശരിക്കും മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ മീൻ വേവ് ആവശ്യമില്ല. പിന്നെ ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചട്ടി അതവിടെ ഇരുന്നൊന്നും കൂടെ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ പറ്റും. അന്നേരത്തേക്ക് നമുക്ക് മീൻ കറിയുടെ അരപ്പ് തിളച്ചു. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെട്ടി വൃത്തിയാക്കി വെച്ചേക്കണം മീൻ ഇട്ട് കൊടുക്കാം. അത് ഇളക്കണ്ട, ഇളക്കണ്ട. കറിവേപ്പില തണ്ടിട്ട് നമുക്ക് ശരിക്കും മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ മീൻ വേവ്. ആവശ്യമില്ല. പിന്നെ ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചട്ടി അതവിടെ ഇരുന്നൊന്നും കൂടെ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ പറ്റും. അന്നേരത്തേക്ക് നമുക്ക് മീൻ കറിയുടെ അരപ്പ് തിളച്ചു. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെട്ടി വൃത്തിയാക്കി വെച്ചേക്കണം മീൻ ഇട്ട് കൊടുക്കാം. അത് ഇളക്കണ്ട, ഇളക്കണ്ട. കറിവേപ്പില തണ്ടിട്ട് നമുക്ക്
ശരിക്കും മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മീൻ വേവും. കിളിമീൻ വറുത്തത് എല്ലാം റെഡിയായി. നമ്മുടെ ഉപ്പ്, നമ്മുടെ വെള്ളം, നമ്മളിതൊക്കെ ചേർത്തൊന്ന് കഴിക്കാൻ പോവാ. കഴിക്കാൻ പോവാ. എല്ലാം റെഡിയാണോ ചേച്ചി? എല്ലാം റെഡിയാണ്. നമുക്ക് കഴിച്ചാലോ? ആദ്യം ഒരു ഇച്ചിരി ഒഴുകിയെടുത്ത്